അഥവാ നേന്ത്രപ്പഴം മലയാളികളുടെ പ്രധാന ഭക്ഷണശീലങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കേരള ബനാന എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഇത് പലതരത്തിലും നമ്മൾ കഴിക്കാറുമുണ്ട്. പുഴുങ്ങി, പഴം പൊരിച്ചും കായ വറുത്തും ഉപ്പേരി വെച്ചുമെല്ലാം നേന്ത്രപ്പഴം നമ്മുടെ തീൻമേശകളിലെ സ്ഥിര വിഭവമാണ്. നേന്ത്രപ്പഴം തടി കൂട്ടും, പ്രമേഹത്തിന് നല്ലതല്ല തുടങ്ങിയ പല കാര്യങ്ങൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഇതിലൊന്നും വാസ്തവമില്ലെന്നതാണ് കാര്യം. നേന്ത്രപ്പഴവും ഏത്തപ്പഴവുമെല്ലാം പല രീതിയിൽ കഴിക്കാം. പല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പലതരം ഗുണങ്ങളും ലഭിക്കും. നേന്ത്രപ്പഴത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട്. എല്ലാത്തരം മിനറലുകളും ഇതിലുണ്ട്. കൂടാതെ വൈറ്റമിൻ ഡി, എ, സി, കാൽസ്യം, പ്രോട്ടീൻ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിലുണ്ട്. പഴുത്ത ഏത്തക്കായ മാത്രമല്ല, അധികം പഴുക്കാത്ത പഴവും ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. അധികം പഴുക്കാത്ത പഴം, ഏതാണ്ട് പച്ചപ്പുള്ള ഏത്തപ്പഴം കഴിക്കുന്നതിന് പ്രമേഹ രോഗികൾക്ക് ഏറെ ഉത്തമമാണ്. ഇത് ഡയബറ്റിസ് പോലുള്ള രോഗങ്ങൾ തടയാനും നല്ലതാണ്, പ്രത്യേകിച്ചും ടൈപ്പ് 2 ഡയബറ്റിസ് തടയാൻ. വൈറ്റമിൻ B6 അധികം പഴുക്കാത്ത നേന്ത്രപ്പഴത്തിലാണ് ധാരാളമായിട്ടുള്ളത്. BP കുറയ്ക്കാനും രക്തധമനികളിൽ തടസ്സം വരാതെയും ഏത്തപ്പഴം സഹായിക്കും. അധികം പഴുക്കാത്ത ഏത്തക്ക വേവിച്ചതും ചെറുപയർ വേവിച്ചതും താളിച്ച് രാവിലെ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ശരീരത്തിന് ഏറ്റവും നല്ല ഊർജ്ജവും ശക്തിയും നൽകുന്ന ഒന്നാണ് ഏത്തപ്പഴം. ഇത് പുഴുങ്ങി കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതുമാണ്. വൈറ്റമിൻ സി പഴുത്ത ഏത്തപ്പഴത്തിലും പച്ച ഏത്തപ്പഴത്തിലും ധാരാളമായിട്ടുണ്ട്. ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ്. പഴുത്ത പഴത്തിൽ ട്രിപ്റ്റോഫാൻ ഉണ്ട്. അതുകൊണ്ട് മൂഡ് ഓഫ് മാറാൻ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് ഏറെ നല്ലതാണ് എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം. സാധാരണ അല്പം കറുത്ത തോലുള്ള ഏത്തപ്പഴം നാം നല്ലതല്ലെന്ന് പറഞ്ഞു ഒഴിവാക്കും. എന്നാൽ കറുത്ത തോലോട് കൂടിയ ഏത്തപ്പഴത്തിൽ സാധാരണ ഏത്തപ്പഴത്തിലെ 8 ഇരട്ടി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ലത് കറുത്ത തോലോട് കൂടിയ ഏത്തപ്പഴമാണ് എന്നതർത്ഥം. ഏകാഗ്രത വർദ്ധിപ്പിക്കാനും നല്ല ഊർജം ലഭിക്കാനുമെല്ലാം ഏത്തപ്പഴത്തിൽ പുഴുങ്ങി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിൽ വൈറ്റമിൻ B6 ധാരാളമുണ്ട്. എന്നാൽ നല്ല പോലെ പഴുത്ത പഴത്തിലാണ് വൈറ്റമിൻ സി ധാരാളമുള്ളത്. പുഴുങ്ങുമ്പോൾ വൈറ്റമിൻ സി കുറയും. ഈസി ഡൈജസ്റ്റ് കാർബ്, പ്രോട്ടീൻ എന്നിവയടങ്ങിയ നേന്ത്രപ്പഴം മസിലുകളുടെ പ്രോട്ടീൻ ആഗിരണം കൂട്ടാൻ സഹായിക്കും. ഇവയിൽ ധാരാളം നാരുകളുമുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 10-1 ഫൈബർ ഇതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ദഹനത്തിനും നല്ല ശോധനയ്ക്കുമെല്ലാം ഏറെ നല്ലതാണ് ഏത്തപ്പഴം. അമിത വ്യായാമം മൂലമുള്ള ക്ഷീണം ഒഴിവാക്കാൻ ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഡോപാമിൻ, പോളിഫിനോൾസ് എന്നിവയ്ക്ക് സാധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിലെ മസിൽ നിർമ്മാണത്തിനും ഏത്തപ്പഴം ഫലപ്രദമാണ്. അധികം പഴുക്കാത്ത ഏത്തപ്പഴം കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാനും നല്ലതാണ്.